நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம ശിവായ வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. തിരുപ്പള്ളി എഴുച്ചി എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര്. അതായത് ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനെ വെളുപ്പിന് ഭക്തിസാന്ദ്രമായി ഉണർത്തുന്ന ഒരു ഉണർത്തുപാട്ടാണ് ഈ കാവ്യം. അപ്പോൾ ഇതിലൂടെ 10 പദ്യങ്ങളാണ് മാണിക്യവാചകർ എഴുതിയിരിക്കുന്നത്. ഉറങ്ങിക്കിടക്കുന്ന ഭഗവാനോട്, അല്ലയോ ഭഗവാൻ, അങ്ങ് ഉണർന്ന് ഈ വിശ്വത്തെ മുഴുവനും അനുഗ്രഹിക്കൂ എന്ന് താണു വീണ് കേണപേക്ഷിക്കുന്ന ആ പ്രാർത്ഥനാഗീതമാണ് അഥവാ ഉണർത്തുപാട്ടാണ് ഇവിടെ നാം ഇനി കാണാൻ പോകുന്നത്. ഇത് തിരുപ്പെരുന്തുറയിൽ വച്ച് അരുളിയതാണ്. പെരുന്തുറയിലെ ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വച്ചിട്ടാണ് ഈ ഗാനം രചിക്കുന്നത്. അതായത് തിരോധാന ശുദ്ധിയെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനം, വെളിച്ചം പകരാൻ വേണ്ടി ഭഗവാനോട് അങ്ങ് ഉണരൂ, ഉണർന്നിട്ട് ഞങ്ങളെയെല്ലാം ഈ ഇരുട്ടിൽ നിന്ന്, ഈ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ ആ വെളിച്ചത്തിലേക്ക്, ജ്ഞാനപ്രകാശത്തിലേക്ക് നയിക്കൂ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാഗീതം, ഒരു ഉണർത്തുപാട്ടാണ് ഈ കാവ്യം. നമുക്കതിലേക്ക് കിടക്കാം. നോക്കൂ, മാണിക്യവാചകർ ഭഗവാനെ ഉണർത്തുന്ന ആ ഉണർത്തുപാട്ടിലെ ആദ്യത്തെ ഭാഗം ഇതാണ്. പോറ്റിയൻ ജീവിതം തരൂ മാതിപ്പൊരുളെ, മുറ്റിടും ഇരുള് അകന്ന് അരുണൻ്റെ വരവായി, പുഞ്ചിരി പൊഴിയും നിൻ മുഖം കണി കണ്ടാൻ, നിൻ ചരണം മല തൂകി വണങ്ങാം, താമര മലർനിര വിരഞ്ഞിടും ചെളിയോടിളംകുളിർ തരും നെടും വയലുകൾ ചൂഴും തിരുപ്പെരുന്തുറയിൽ അമരും ഭഗവാനെ, ഇരുളകറ്റാൻ പള്ളി ഉണർന്നരുളിയിടൂ. ഇരുള് അകറ്റാൻ വേണ്ടി ഇവിടമാകെ വ്യാപിച്ചിരിക്കുന്ന അജ്ഞാനമാകുന്ന ഇരുട്ട് മാറ്റി വെളിച്ചം തരൂ. പകൽ ആരംഭിക്കുന്നതോടെ രാത്രി അവസാനിക്കുന്നു. ജ്ഞാനോദയത്തോടുകൂടി അജ്ഞാനം ഇല്ലാതാകുന്നു. നിത്യസത്യമായ സച്ചിദാനന്ദ അരുൾ പ്രാപ്തിയുടെ ആരംഭത്തെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് മാണിക്യവാചകർ ഈ പാടൽ നിർമ്മിച്ചിരിക്കുന്നത്. പോറ്റിയൻ ജീവിതം തരൂ ആദിപ്പൊരുളെ, അല്ലയോ ആദിപ്പൊരുളായ ഭഗവാനെ, അങ്ങ് എനിക്ക് എൻ്റെ ജീവിതം പ്രകാശപൂർണമാക്കി തീർക്കൂ. എൻ്റെ ജീവിതത്തെ, അതിൻ്റെ അന്ധകാരം മാറ്റി അങ്ങ് പ്രകാശപൂർണമാക്കി മാറ്റൂ. മുറ്റിടും ഇരുളകന്ന് അരുണൻ്റെ വരവായി. ഇതാ അരുണൻ പ്രകാശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇരുളിനെ മാറ്റിക്കൊണ്ട്, ഇരുട്ടാകുന്ന അജ്ഞാനത്തെ മാറ്റിക്കൊണ്ട് അരുണൻ ഇതാ പ്രകാശിച്ചിരിക്കുന്നു. സൂര്യോദയത്തിൻ്റെ വരവായി. പുഞ്ചിരി പൊഴിയും നിൻമുഖം കണി കണ്ടാൻ, നിൻ ചരണം മല തൂകി വണങ്ങാം. നിൻ്റെ ആ ചരണങ്ങൾ ഞാൻ പൂക്കളർപ്പിച്ചുകൊണ്ട് വണങ്ങുന്നു. പുഞ്ചിരി പൊഴിയും നിൻ മുഖം കണി കണ്ടാൻ, നിൻ്റെ പുഞ്ചിരിക്കുന്ന, അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങയുടെ പുഞ്ചിരിക്കുന്ന മുഖം ഞാൻ കണി കണ്ടുണരുകയാണ്. അപ്പോൾ അങ്ങയുടെ തിരുമുഖം ദർശിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു പ്രഭാതം ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നാം ഉണരുന്ന നിമിഷം ശിവൻ്റെ തിരുമുഖം കണി കണ്ടിട്ടാണ് നാം ഉണരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ മനുഷ്യൻ്റെ ഓരോ ദിവസവും ശിവനിർഭരമായ ജീവിതമാണ് അയാൾ നയിക്കുന്നത്. അതായത് ഉണരുന്നത് മുതൽ ഉറങ്ങുന്നവരെ ശിവമുഖം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ്, നിൻ ചരണം മലർ തൂകി വണങ്ങിക്കൊണ്ടാണ്
ഞാൻ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. താമര മലർനിര വിരിഞ്ഞിടും ചെളിയോട് ഇളം കുളിർ തരും നെടും വയലുകൾ ചൂഴുന്ന, അതിമനോഹരമായ വയലുകൾ ചൂഴുന്ന, അതായത് താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ആ വയലുകൾ നിറഞ്ഞ തിരുപ്പെരുന്തുറ ദേശത്തിലെ വാഴുന്ന ഈശ്വരൻ, അവിടുത്തെ ശിവക്ഷേത്രത്തിൽ വാഴുന്ന അല്ലയോ ഭഗവാൻ, ഇരുളകറ്റാൻ പള്ളി ഉണർന്നിടൂ. ഇരുട്ടിനെ അകറ്റാൻ വേണ്ടി, ഈ ഭൂമിയിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മുഴുവനും അകറ്റാൻ വേണ്ടി അല്ലയോ ഭഗവാൻ അങ്ങ് തുയിലുണരൂ. അങ്ങയുടെ ആ ഉണരുന്ന ആ അവസ്ഥയിൽ ഞങ്ങളിതാ അങ്ങയെ കണി കണ്ട് ഞങ്ങളും ഉണരുകയാണ്. ഞങ്ങളുടെ ഈ ഗീതം, ഞങ്ങളുടെ ഈ ഉണർത്തുപാട്ട് അങ്ങ് സ്വീകരിച്ച് അങ്ങ് ഈ ഭൂമിയിലെ അജ്ഞാനത്തെ മുഴുവനും ഇല്ലാതാക്കി ജ്ഞാനപ്രകാശം വിതറൂ എന്നാണ് മാണിക്യവാചകർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയാകെ ജ്ഞാനഭൂമിയായി മാറട്ടെ എന്നാണ് മാണിക്യവാചകരുടെ പ്രാർത്ഥന. അരുണനും പൂർവദിഗ്മുഖം അടുത്തെത്തി ഇരുളുകൾ എവിടെയോ പോയി മറഞ്ഞ കരുണയോടെ രവിയുയരവേ നയനം വിരിച്ച ബീജം പരിമളം വിതറും ഇവ കണ്ട് ഉണരൂ ദേവ. തണ്ടലർ മധുകരം നുകരുകയായി തീരനുര ചുഴികളും അണഞ്ഞിടും കടലെ അരുൾ തരുവാൻ പള്ളിയുണർന്നരുളേ നീ. ശിവൻ്റെ അരുള് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി അല്ലയോ കടലെ നീയും ഉണരൂ. തീര നൂര ചുഴികൾ അണഞ്ഞിടും കടലെ. അങ്ങനെയുള്ള അല്ലയോ കടലെ, തിരനുര ചുഴികളെല്ലാം നിറഞ്ഞ കടലെ, നീ അരുൾ തരുവാൻ വേണ്ടി, അനുഗ്രഹം വർഷിക്കാൻ വേണ്ടി നീയും പള്ളി ഉണർന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അരുണനും പൂർവദിഗ്മുഖം അടുത്തെത്തി. അരുണൻ ഇതാ കിഴക്കേ ദിക്കിൽ ഉദിച്ചുയർന്നു. ഇരുളുകൾ എവിടെയോ പോയി മറഞ്ഞു. അതോടെ ഇരുട്ട് മുഴുവനും പോയി മറഞ്ഞു. അരുണോദയത്തോടുകൂടി ഇവിടമാകെ പ്രകാശം പരക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കരുണയോടെ രവി ഉയരവേ, കരുണയോടെ ഇതാ സൂര്യഭഗവാൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും പ്രകാശം നൽകാൻ വേണ്ടി, എല്ലാവർക്കും ജ്ഞാനം ഉദയം പ്രാപിക്കാൻ വേണ്ടിയിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ സൂര്യഭഗവാനെ അങ്ങ് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും വെളിച്ചം പകർന്നുകൊണ്ട് അങ്ങ് ഇതാ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരിമളം വിതറുകയായി അംബുജം താമരപ്പൂക്കൾ എല്ലായിടത്തും പരിമളം വിതറുകയായി. വണ്ടുകൾ അണിയണിയണിഞ്ഞ് ഉടനെ തണ്ടലർ മധുകരം നുകരുകയായി. വണ്ടുകളിതാ താമരപ്പൂക്കളിൽ വന്നിരുന്ന് മധു നുകരുന്നു. തിരനുര ചുഴികളും അണഞ്ഞിടും കടലെ അരുൾ തരുവാൻ പള്ളി ഉണർന്നിടൂ. നീ ഇപ്പോഴും ഉറക്കത്തിലാണ്, ഇനി ഉണരൂ എന്ന് ഭഗവാനോട് പറയേ. എങ്കിലും സൂര്യോദയത്തിന് മുമ്പ് അരുണോദയം എന്ന പോലെ മുൻകൂട്ടി നിൻ്റെ ദയാകടാക്ഷങ്ങൾ എന്നെ അനുഗ്രഹിക്കാൻ അല്ലയോ ഗുരുവേ നീ ഉണർന്നാലും. അപ്പോൾ സൂര്യോദയത്തിന് മുമ്പുള്ള അരുണോദയം പോലെ അങ്ങ് ഇപ്പോൾ കണ്ണുകൾ തുറന്ന് ഇരുട്ടിനെ മുഴുവൻ ഇല്ലാതാക്കി ഞങ്ങൾക്ക് അരുൾ വർഷിക്കുവോ, ഞങ്ങൾക്ക് അനുഗ്രഹം വർഷിക്കുവോ. കുയിലുകൾ കളമൊഴി കരുത്തോട് പാടി, കുക്കുടക്കുരലുകൾ നീട്ടി കുയിലുകൾ കളകളഞ്ചിലക്കുകയായി. കോവിൽ തളങ്ങളിൽ ശംഖുകൾ മുഴങ്ങുകയായി. താരകൾ അമ്പര വീതിയിൽ മരുവുന്നു. നിറനിണം പരത്തുകയായി. ജനനത്തെ തുലച്ചിടും നിൻ ചരണങ്ങൾ കാട്ടിയിടുവാൻ പള്ളിയുണർന്നരുളൂ നീ. ജനനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, ജനിമൃതികളുടെ വേരറുക്കാൻ വേണ്ടി അല്ലയോ ഭഗവാൻ അങ്ങ് പള്ളി ഉണരൂ. കുയിലുകൾ ഇതാ കളമൊഴി കരുത്തോട് പാടുന്നു. കുയിലുകൾ അവരുടെ പഞ്ചമസ്വരം പാടി
നിന്നെ തുയിലുണർത്തുന്നു. തുയിലറും കുരലുകൾ നീട്ടി നിന്നെ ഉണർത്താൻ വേണ്ടി ഇതാ കോഴികൾ, കുക്കുടങ്ങൾ കുരലുകൾ നീട്ടുന്നു. അവർ കൂവി ഉണർത്തുന്നു. കുയിലുകൾ കളകളം ചിലയ്ക്കുകയായി. കുയിലുകൾ അതിമനോഹരമായി പാടുന്നു. കോവിൽ തളങ്ങളിൽ ശംഖുകൾ മുഴങ്ങുകയായി. ശംഖുകളുടെ ആ ശംഖനാദം ഇതാ കോവിലുകളിലെല്ലാം മുഴങ്ങുന്നു. താരകൾ അമ്പരവീതിയിൽ ഉയരുകയായി. താരകൾ, നക്ഷത്രങ്ങൾ ആകാശത്തിതാ പ്രകാശിച്ചുകൊണ്ട്, ചുമന്ന പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിറനിണം പരത്തുകയായി. ജനനത്തെ തുലച്ചിടും നിൻ ചരണങ്ങൾ. നിൻ്റെ പാദകമലങ്ങൾ ജനന മരണങ്ങളെ ഇല്ലാതാക്കുന്നവയാണ്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി അല്ലയോ ഭഗവാൻ അങ്ങ് ഉണരൂ, അങ്ങ് പള്ളി ഉണരൂ. ഇനി നോക്കൂ, മധുരിമ ചിതറിടം വീണയെ അങ്ങൊരിടം, കുഴലുകൾ വാദ്യങ്ങൾ അനവധി അങ്ങൊരിടം, തെരുതര മന്ത്രങ്ങൾ ഉരുവിടുമൊരിടം, തൊഴുകയും കരയുകയും ചെയ്തിടും ഒരിടം, പരിമള മലർമാല തൂക്കിടുമൊരിടം, പരവശം കാട്ടുവോർ ചിരിച്ചിടുമൊരിടം, ചെവിയിലിട്ടടിപ്പോൻ നിലത്തടി വീഴുവോർ, നയനങ്ങൾ ചുഴറ്റിക്കൊണ്ടോ ഹരഹര ജപിപ്പോർ, സകലർക്കും ഒരുപോലെ അരുൾ പകരാനായി പെരുന്തുറയിൽ പണ്ടേ അമർന്നിരിപ്പോനെ, ഇവനെയും കൂട്ടത്തിൽ ഒരുവനായി തീർക്കുവാൻ കനിവിനോടെ പള്ളിയുണർന്നെഴുന്നേൽക്കോ. അല്ലയോ ഭഗവാൻ, കനിവോടുകൂടി അങ്ങ് പള്ളി ഉണരൂ. എന്തിനു വേണ്ടി? ഇവനെയും കൂട്ടത്തിൽ ഒരുവനായി തീർക്കൂ. എന്നെയും അങ്ങയുടെ അടിമകളിലായി, അങ്ങയുടെ ദാസന്മാരിൽ ഒരുവനായി എന്നെയും അങ്ങ് സ്വീകരിക്കൂ. അതിനു വേണ്ടി പള്ളി ഉണരൂ. ഇനി അവിടെ എങ്ങനെ മുഖരിതരമാണെന്ന് നോക്കൂ. മധുരിമ ചിതറും വീണയോ ഒരിടത്ത്. മധുരിമ ചിതറുന്ന ശബ്ദവീജികൾ ഉച്ചരിച്ചുകൊണ്ട് മധുരിമ തൂകുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വീണകൾ അവിടെ മീട്ടപ്പെടുന്നു. കഴലുകൾ, വാദ്യങ്ങൾ അനവധി പുറപ്പെടുവിക്കുന്നു. തെരുവെ മന്ത്രങ്ങൾ ഉരുവിടുമൊരിടം. ഒരു ഭാഗത്ത് ഭഗവത് ഭക്തന്മാർ തെരുതരെ മന്ത്രങ്ങൾ ഉരുവിടുന്നു. ചിലർ തൊഴുതുകൊണ്ട് കരയുകയും ഭഗവാനെ ശിവശിവ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചിലർ മലർമാല ഭഗവാനെ തൂക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. പരവശം കാട്ടുവോർ ചിരിച്ചിടുമൊരിടം. ശിവനെ കാണാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നവർ ചിലയിടത്ത് നിൽക്കുന്നു. ചെവിയിലിട്ടടിപ്പോർ നിലത്തടി വീഴുവോ, നയനങ്ങൾ ചുഴറ്റിക്കൊണ്ട് ഹരഹര ജപിപ്പോർ. നയനങ്ങൾ ചുഴറ്റിക്കൊണ്ട് കാണാനുള്ള, ഭഗവാനെ കാണാനുള്ള അത്യാർത്തി മൂലം ഹരഹര എന്ന് ജപിച്ചുകൊണ്ട് ഇതാ ജനങ്ങൾ കൂട്ടമായി നിൽക്കുന്നു. സകലർക്കും ഒരു പൊരുൾ പകരാനായി, സകലർക്കും അരുൾ പകരാനായി, പ്രകാശം പകരാനായി, ജ്ഞാനം പകരാനായി അങ്ങ് ഉണരൂ. പെരുന്തുറയിൽ വാഴുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് ഉണരൂ, ഞങ്ങളെ അനുഗ്രഹിക്കൂ. ഞങ്ങളുടെ ജനിമൃതികളെ ഇല്ലാതാക്കാൻ വേണ്ടി പള്ളി ഉണരൂ എന്നാണ് ഇവിടെ മാണിക്യവാചകർ ഭഗവാനെ പള്ളി ഉണർത്തുന്നത്. അപ്പോൾ ഭഗവാനെ പള്ളി ഉണർത്തുക എന്ന് വെച്ചാൽ അതിനർത്ഥം ഉള്ളിലെ ശിവനെ ഉണർത്തുന്ന ഒരു ഉണർത്ത് പാട്ടാണിത്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ശിവൻ എല്ലാ സമയവും പരിലസിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നാം അത് കാണുന്നില്ല. ആ കാണാത്ത ശിവനെ, നമ്മുടെ ഹൃദയവാസിയായ ശിവനെ ഉണർത്തുന്ന ഒരു ഉണർത്ത് പാട്ടാണിത്. അതായത് ഞാൻ എൻ്റെ ഹൃദയത്തെ വീണ്ടും വീണ്ടും ശിവങ്കലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ശിവനെ ഉണർത്തുന്ന ഒരു ഉണർത്ത് പാട്ടാണിത്. ഈ ഉണർത്ത പാട്ട് കേൾക്കുമ്പോൾ, ഈ പള്ളി ഉണർത്തൽ പാട്ട് കേൾക്കുമ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശിവൻ ഉണരും. അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശിവൻ ഉണരുകയെ, അതോടെ നമ്മുടെ അജ്ഞാനം മുഴുവനും മാറി നമ്മിൽ ജ്ഞാനവെളിച്ചം, ജ്ഞാനപ്രകാശം നിറയും. അപ്പോൾ നമ്മുടെ ഹൃദയം ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് നിറയുക. അങ്ങനെ അറിവ് തന്നെ സൂര്യോദയത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ശിവൻ നമ്മുടെ ഹൃദയമാകുന്ന അമ്പരത്തിൽ പ്രകാശിക്കുന്നു.
അങ്ങനെ ഹൃദയാംബരത്തിൽ പ്രകാശിക്കുന്ന ആ ശിവഭഗവാനെ ഉണർത്തുപാട്ടിലൂടെ നമ്മുടെ അജ്ഞാനത്തെ മുഴുവൻ ഇല്ലാതാക്കി നമ്മിൽ ജ്ഞാനപ്രകാശം വിതറുകയാണ് ഈ ഉണർത്തുപാട്ടിലൂടെ മാണിക്യവാചകർ ചെയ്യുന്നത്. ഓം ശിവായ നമഃ.